ഒരിടത്തൊരിടത്ത് ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്ത് ഒരു കാരണവരും. My tone? No, she's giving to you. No, you don't have floor now. No. അവരെ പാഠം പഠിപ്പിക്കാൻ വന്ന ഒരു മിടുക്കി പെണ്ണും. I mean, every time using words which are unparliamentary, you are a nuisance. ബുദ്ധിഹീൻ. കാരണവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പെണ്ണിനെ അവിടെ എത്തിച്ച നായകനും. പിന്നെ മറ്റേ ലോട്ടറി അടിച്ച് വട്ടായി പോയ വീട് പണിക്കാരനുണ്ടല്ലോ, അയാളും. എപ്പോഴും പൊരിച്ച കോയിന്റെ മണം മണം എന്ന് പറയുന്ന പോലെ ഭരണപക്ഷത്തെ കാണുമ്പോ മുഖം താമര പോലെ വിടരുകയും പ്രതിപക്ഷത്തെ കാണുമ്പോ മുഖം തൊട്ടാവാടി പോലെ കൂമ്പുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവരുടെ കഥയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്നെ കിലുക്കം തന്നെ. ഞാൻ വലിയ എന്താ പറയാ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. പൊങ്ങാത്ത ചെമ്പെടുത്ത് നടന്ന കാരണവരുടെ നടു ഉളുക്കിയതൊക്കെ ഓർമ്മല്ലേ? നമ്മുടെ കാരണവരുടെയും നടു മിക്കവാറും ഉളുക്കാൻ പോവുകയാണ്. അത് പേടിച്ചിട്ട് ഇന്നലെ പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിച്ച് എല്ലാരും കൂടി ഓടി തള്ളിയിട്ടുണ്ട് കേട്ടോ. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനും RSSന്റെ വാഴ്ത്തുപാട്ടുകാരനുമായ കാരണവർ ജഗ്ദീപ് ധൻകർ ആ വീട്ടിലെ പ്രതിപക്ഷാംഗങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കിലുക്കത്തിലെ കാരണവരെ പാഠം പഠിപ്പിച്ച രേവതിയെ പോലെ ജയാ ബച്ചനോട് ഏറ്റുമുട്ടി കാരണവരുടെ നടു പപ്പടം പോലെ ഒടിയാൻ പോകുന്ന ലക്ഷണമാണ് നമ്മളിപ്പോ കാണുന്നത്. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. ജഗ്ദീപ് ധൻകർ ജയാ ബച്ചനെ അധിക്ഷേപിച്ചതാണ് ഇന്നലത്തെ കാരണം. You may be a celebrity. You have to understand the decorum. സംഭവങ്ങളുടെ തുടക്കം ജൂലൈ 31 മല്ലികാർജുൻ ഖാർഗെയും BJP MP ഘൻശ്യാം തിവാരിയും തമ്മിൽ നടന്ന ഒരു തർക്കമാണ്. ആ തർക്കത്തിനിടയിൽ തിവാരി ഖാർഗെയെ പരിവാർവാദെന്നും കുടുംബവാദെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, അപമാനിച്ചു. मल्लिकार्जुन नाम है, श्री सेलम मल्लिकार्जुनम शिवजी का नाम है. शिवजी एकमात्र ऐसे देवता है जिनकी प्राण प्रतिष्ठा में पूरे परिवार की प्रतिष्ठा होती. इस माहौल में मैं और जिंदा ज्यादा जीना नहीं चाहता. ഘൻശ്യാം തിവാരി പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെ എന്നാണ് പേര്. ശ്രീശൈലം മല്ലികാർജുനം ശിവന്റെ പേരാണ്. ശിവന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ മുഴുവൻ കുടുംബത്തിന്റെയും പ്രാണപ്രതിഷ്ഠയാണ് നടക്കുന്നത്. അത്തരത്തിലൊരു പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഏക ദൈവം ശിവനാണ്. മറ്റു ദൈവങ്ങൾക്കൊന്നുമില്ല ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠ. അതുപോലെ തന്നെ ഇദ്ദേഹവും രാഷ്ട്രീയത്തിൽ തന്റെ മുഴുവൻ കുടുംബത്തിന്റെയും പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഭയങ്കര വൃത്തികേടാണ് പറഞ്ഞത്. മല്ലികാർജുൻ ഖാർഗെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇതിന് മറുപടി പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്, ഈ ഒരു അന്തരീക്ഷത്തിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. രാഷ്ട്രീയത്തിൽ ഞാനടക്കം ഇത് 1ാം തലമുറയാണ്. എനിക്ക് മാതാപിതാക്കളില്ല, അവരെല്ലാം മരിച്ചുപോയി. ഇതുവരെ എത്തിയത് പക്ഷെ അവരുടെ ആശീർവാദം കൊണ്ടാണ്. എന്റെ പേര് മല്ലികാർജുൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ മോശം തോന്നി. അതെ, മല്ലികാർജുൻ എന്നാണ് എന്റെ പേര്. ശിവന്റെ പേരാണ്. എന്റെ മാതാപിതാക്കൾ ആലോചിച്ചുറപ്പിച്ചിട്ട പേരാണത്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് എന്റെ മകന്റെ പേരായിരിക്കണമെന്നവർ ആഗ്രഹിച്ചു. എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്നത്. 25 വയസ്സിൽ കോൺഗ്രസിലൂടെയാണ് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പേര് മല്ലികാർജുൻ എന്നാവുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് എന്ന്. നിങ്ങൾ പറയുന്നു എന്റെ കുടുംബം മുഴുവൻ രാഷ്ട്രീയത്തിലാണെന്ന്. പരിവാർവാദം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ നിരവധി പേരെ എനിക്ക് കാണിച്ചു തരാനാകും എന്ന് പറയാണേ. ഭയങ്കര എനിക്കിത് കേട്ടിട്ട് ശരിക്കും ഭയങ്കര സങ്കടകരമാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ നിരന്തരം രാജ്യസഭയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് BJP ചെയ്യുന്നത്. എല്ലാത്തിനും പരിഹസിക്കുക, എന്ത് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റാലും കളിയാക്കി ചിരിക്കുക. വളരെ കഷ്ടം തോന്നും. നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? ഖാർഗെയുടെ കുടുംബം മുഴുവൻ രാഷ്ട്രീയത്തിലാണെന്നാണ് തിവാരിയുടെ പരാമർശം. ആരാ ഇതൊക്കെ പറയുന്നതെന്ന് നോക്കണം. ഇവന്മാരുടെ മുഴുവൻ കുടുംബാംഗങ്ങളും ഉണ്ട് രാഷ്ട്രീയത്തിൽ. എന്നിട്ടാണ് ഇപ്പൊ ഇവര് കുറ്റം പറയുന്നത്. നമ്മൾ ലിസ്റ്റായിട്ട് ഒരിക്കൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. താൻ കുടുംബത്തിലെ 1ാം തലമുറ രാഷ്ട്രീയക്കാരനാണെന്ന് ഖാർഗെ പറഞ്ഞു. കാരണം ഖാർഗെക്ക് ശേഷമാണല്ലോ ഇവിടെ മറ്റു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നിട്ട് ഖാർഗെനെ അങ്ങനെ അധിക്ഷേപിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതിന് ശേഷമുള്ള തന്റെ രാഷ്ട്രീയ യാത്ര വളരെ സങ്കടത്തോടുകൂടി ഖാർഗെ വിവരിച്ചു. കാരണം അദ്ദേഹം എത്രമാത്രം പാടുപെട്ടിട്ടാണ് പാർട്ടിയിൽ വളർന്നതും നിന്നതും കഠിനാധ്വാനം ചെയ്തും പരിവാർവാദം കൊണ്ട് വന്ന ആളൊന്നുമല്ലല്ലോ. അപ്പൊ അത് ഖാർഗെക്ക് ഭയങ്കര വിഷമായി പോയി ഈ സംഭവം. അപ്പോ അങ്ങനെ അത് കഴിഞ്ഞു, ഒരാഴ്ചയായല്ലോ ഏകദേശം. എന്നിട്ട് ശൂന്യവേളയിൽ ഇന്നലെ തിവാരിയുടെ പരാമർശത്തിൽ വിഷമമുണ്ടെന്ന് ഖാർഗെ പറഞ്ഞു.
തിവാരി മാപ്പ് പറയണമെന്നും പരാമർശം രേഖയിൽ നിന്ന് നീക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇത് ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകർ അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. തിവാരിയുടേത് ആരോപണമല്ല, സംസ്കൃതത്തിലുള്ള പ്രശംസയാണെന്നാണ് ധൻകർ പറയുന്നത്. എന്തു കഷ്ടമാണെന്ന് നോക്കി, ഇത്രയും വൃത്തിയോട് കൊണ്ടു പറയാം, അത് പുകഴ്ത്തിയതാന്ന്. അങ്ങനെയായി. അപ്പോ ഇതേ ചൊല്ലി ഗാർഗെ, ജയറാം രമേശ്, പ്രമോദ് തിവാരി, അജയ് മാക്കൻ, അങ്ങനെ എല്ലാവരും ധൻകറുമായിട്ട് ഭയങ്കര തർക്കമായി, ഭയങ്കര ബഹളായി പാർലമെന്റില്. ആർക്കും സംസാരിക്കാൻ അവസരം ഗാർഗെ നൽകിയില്ല. അവസാനം DMKയുടെ തിരുച്ചി ശിവയ്ക്കും ജയാ ബച്ചനും മാത്രമാണ് അദ്ദേഹം സംസാരിക്കാൻ അനുവാദം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അവസരം കൊടുത്തപ്പോൾ ചെയ്താണ് വൃത്തികേട്. Honorable members, Jaya Amitabh Bachchan is the last speaker on this point. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടോൺ തന്നെ. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ജയ അമിതാഭ് ബച്ചനാണ് ഇന്നത്തെ അവസാന പ്രഭാഷണം നടത്തുന്നത്. വരൂ ജയ അമിതാഭ് ബച്ചൻ എന്ന് ജഗദീപ് ധൻകർ വളരെ പരിഹാസത്തോടുകൂടി ചീത്ത ടോണിലും ശരീരഭാഷയിലും മുഖഭാവത്തിലും അവരെ പ്രസംഗിക്കാൻ വിളിച്ചു. ഇത് ജയയ്ക്ക് ഭയങ്കര അപമാനകരമായി തോന്നി. എല്ലാവരും ജയ ബച്ചൻ എന്നാണ് അവരെ വിളിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഇയാൾ എപ്പോഴും ജയ അമിതാഭ് ബച്ചൻ എന്നൊരു വാക്ക് കൂട്ടിയാണ് ഇവരെ വിളിക്കുന്നത്. അത് വലിയ പ്രകോപനത്തിന് കാരണമായി. മാത്രമല്ല, വളരെ മുതിർന്ന പാർലമെന്റ് അംഗമായ ജയയോട് അദ്ദേഹം പെരുമാറിയത് ഒട്ടും ശരിയായ രീതിയിലുമായിരുന്നില്ല. ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ ആഴ്ചയും പേരുവിളിയുടെ പേരിൽ തല്ലുണ്ടായിരുന്നു. श्रीमती जया अमिताभ बच्चन जी सर, सिर्फ जया बच्चन बोलते तो काफी हो जाता. यहाँ पूरा नाम लिखा था इसलिए मैंने रिपीट किया. ये जो है कुछ नया तरीका निकला है कि महिलाएं जो है अपने पति के नाम से जानी जाएंगी. सर, मैं जया अमिताभ बच्चन आपसे पूछ रही हूँ. Jaya Amitabh Bachchan. थैंक यू सर. सर, आपको अमिताभ का मतलब पता है ना? बदल दीजिए, बदला दूंगा. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിക്കും, എന്താ ജയയുടെ ഭർത്താവല്ലേ അമിതാഭ് ബച്ചൻ, അപ്പൊ അവരങ്ങനെ വിളിച്ച എന്താ പ്രശ്നം, അതിൽ അപമാനം ഉണ്ടോന്ന്. ഈ ജയാ ബച്ചൻ എന്ന് പറയുന്നത് വെറും ഒരു സിനിമാ നടി മാത്രമല്ല, മുതിർന്ന പാർലമെന്റ് അംഗമാണ്. 5ാം തവണയാണ് അവർ പാർലമെന്റിൽ ഇരിക്കുന്നത്. എന്നിട്ടും അവരെ ജയ അമിതാഭ് ബച്ചനായിട്ട് ഉപരാഷ്ട്രപതിക്ക് തോന്നുന്നുള്ളൂ എന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു പ്രശ്നമില്ലേ? നിങ്ങൾ പറ. അവരെ ജയാ ബച്ചൻ എന്നല്ലേ എല്ലാവരും വിളിക്കുന്നത്. പിന്നെ ഇവര് മാത്രം എന്താ, ഇയാൾ മാത്രം എന്തിനാ ഒരു പേരിട്ട് വിളിക്കുന്നത്? അതിൽ പ്രശ്നമുണ്ട് ശരിക്ക്. ഇതിൽ ഭയങ്കര വിഷമായ ജയ അമിതാഭ് ബച്ചൻ എന്ന് ജഗദീപ് ധൻകർ വിളിക്കുന്ന ജയ ബച്ചൻ മറുപടി പറഞ്ഞു. मैं कलाकार हूँ, बॉडी लैंग्वेज समझती हूँ, एक्सप्रेशन समझती हूँ. സർ, ഞാൻ ജയ അമിതാഭ് ബച്ചൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു കലാകാരിയാണ്. പക്ഷേ എനിക്ക് ശരീരഭാഷ അറിയാം, മുഖത്തെ ഭാവങ്ങൾ അറിയാം. സർ, എന്നോട് ക്ഷമിക്കണം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. താങ്കളുടെ ടോൺ ഉണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. നമ്മൾ സഹപ്രവർത്തകരാണ് സാർ. നിങ്ങൾ ചെയറിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടിയും പിടിയും കച്ചറിയും ഒക്കെ ആയി. ജഗ്ദീപ് ധൻകർ ഇനി ഇവരെന്തെങ്കിലും കഥകൾ പറയുമെന്ന് ഓർത്ത് പേടിച്ചിട്ട്, ദയാജി ഇരിക്കൂ ഇരിക്കൂ, ദയവായി ഇരിക്കൂ, സീറ്റിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അലറലും അട്ടഹാസവും ആരംഭിച്ചു. അത്രയായപ്പോഴേക്കും സഭയിൽ വലിയ ബഹളം നടക്കുകയാണ്. പ്രതിപക്ഷം മുഴുവൻ ബഹളത്തിലേക്കായി. ചെയർമാൻ ബഹളം വെക്കുന്ന MP-മാരെ അടക്കിയിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആരും അത് കേൾക്കുന്നില്ല. ദയവായി ഇരിക്കൂ, ഇതൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം, നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇയാള് ബഹളം വെക്കുന്നു. An actor is subject to the director. You have not seen what I see from here. എന്നിട്ട് ജയയോട് സംസാരിക്കുകയാണ്. ജയാജി, നിങ്ങൾ വലിയൊരു ഖ്യാതി സമ്പാദിച്ച ആളാണ്. ഒരു അഭിനേതാവ് സംവിധായകനോട് വിധേയപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് കാണുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനാവില്ല എന്നുള്ള വൃത്തികേട് വീണ്ടും പറഞ്ഞു. അപ്പൊ എന്താ ഇയാൾക്ക്? ജയാ ബച്ചൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രി മാത്രമായി. അവർ അഭിനേതാവാണെങ്കിൽ ഞാൻ സംവിധായകനാണ് എന്നുള്ള വൃത്തികേടാണ് ഇയാൾ ഇവിടെ വീണ്ടും പറഞ്ഞത്. അപ്പൊ ജയാ ബച്ചനെ ഒരു മുതിർന്ന പാർലമെന്റ് അംഗമായി കാണാതെ അഭിനേത്രിയായിട്ട്, അമിതാഭ് ബച്ചന്റെ ഭാര്യയായിട്ട് ഒക്കെയാണ് ഇയാൾ കാണുന്നത്. അതിൽ ശരിക്കും പ്രശ്നമുണ്ട്. ഇവര് ഇന്നലെ പ്രതിപക്ഷ സഭയിൽ ബഹളം ഉണ്ടാക്കിയത് വെറുതെ അല്ല. എന്നിട്ട് ഇയാൾ പറയും ഇയാളാണ് സംവിധായകൻ. അപ്പൊ സംവിധായകൻ പറയുന്നതിനനുസരിച്ചാണല്ലോ നടി അഭിനയിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള മോശപ്പെട്ട രീതിയിൽ അവരെ ഇൻസൾട്ട് ചെയ്യാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് Please take your seat. No. Never carry an impression that only you build reputations. We come here to build reputations. പറയാണ്, എല്ലാ ദിവസവും എനിക്കിത് ആവർത്തിക്കണമെന്നില്ല, എനിക്ക് സ്കൂൾ പോലെ പ്രവർത്തിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നന്നായി പ്രയത്നിക്കുക ആളാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾ പറയുന്നു എന്റെ ടോൺ കൊള്ളില്ലെന്ന്. നിങ്ങൾക്കൊന്നും അറിയില്ല, മതിയാക്കിക്കോ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചിലപ്പോൾ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയിരിക്കും, പക്ഷെ സഭയുടെ ഡെക്കോറത്തെ മാനിക്കണം. ഇത് ഞാൻ അനുവദിക്കില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല.
നിങ്ങൾക്ക് മാത്രമേ പ്രശസ്തി ഉള്ളൂ എന്നുള്ളൊരു ഭാവം നിങ്ങൾ കൊണ്ടു നടക്കരുത്. ഞങ്ങളും അന്തസ്സോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ജയാ ബച്ചനെ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ ഇയാള് ചീത്ത പറഞ്ഞു. എന്തോ വലിയ ചീത്തയാ പറഞ്ഞത്, വേർഡ് ബൈ വേർഡാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ വരിയും വിട്ട് കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാൾ ജയാ ബച്ചനെ സംസാരിക്കാനൊന്നും അനുവദിക്കാതെ 196ാമത് ചോദ്യം സുസ്മിത ദേവ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും സഭയിൽ നിന്നൊരു MP വിളിച്ചു പറയുന്നുണ്ട്, ജയാ ബച്ചൻ ഒരു പാർലമെന്റ് അംഗമാണ്, അവരെ എങ്ങനെയാണ് താങ്കൾ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്, അവരൊരു മുതിർന്ന പാർലമെന്റ് അംഗമാണ് സാറിന്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ അമിതാഭ് ബച്ചന്റെ ഭാര്യ എന്ന് പറഞ്ഞു, നടി എന്ന് പറഞ്ഞു, പിന്നെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു. ഇയാൾ വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, അതെ മുതിർന്ന പാർലമെന്റ് അംഗത്തിന് ലൈസൻസ് ഉണ്ട്, ഇപ്പറഞ്ഞതൊന്നും രേഖകളിൽ വരില്ല എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിക്കുകയാണ്. ഈ സീനിയർ അംഗത്തിന് ചെയർമാന്റെ അന്തസ്സിനെ ചവിട്ടിമെതിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, ചെയറിന്റെ സ്വരവും ഉദ്ദേശവും ചോദ്യം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി എനിക്ക് പ്രതികരിക്കേണ്ടി വരും. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, പക്ഷെ അതെന്റെ ബലഹീനതയല്ല. എന്റെ ഭാഷ, എന്റെ സ്വരം, എന്റെ പ്രകൃതം എല്ലാത്തിനെയും അവർ വിമർശിക്കുകയാണ്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകുന്നയാളല്ല, എനിക്ക് എന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, എന്നെ ആരും പ്രവർത്തിപ്പിക്കുന്നതല്ല, ഒന്നും നടക്കില്ല ഗാർഗേജി എന്ന് പറഞ്ഞ വളരെ മോശമായി വീണ്ടും സംസാരിച്ചു. വീണ്ടും അയാൾ എന്താണ് പറഞ്ഞത്, സ്ക്രിപ്റ്റ്. അപ്പൊ ജയാ ബച്ചൻ നടിയാണ്, ആരുടെയോ സ്ക്രിപ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് നിലപാടില്ല, സ്വന്തമായി പ്രവർത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ സ്വന്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അപ്പൊ ജയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ആരുടെയോ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നുകൊണ്ട് വീണ്ടും അപമാനിച്ചു. My tone, my language, my temper, I don't go by script of others. I have my own script. വീണ്ടും ഭയങ്കര ബഹളാണ് സഭയിൽ നടക്കുന്നത്. ജഗ്ദീപ് ധൻകർ കഴിവിന്റെ പരമാവധി ശബ്ദം എടുത്ത് ഇവരെക്കാളൊക്കെ ഒച്ചത്തിൽ അലറി വിളിച്ചൊക്കെ ഇവരെ മെരുക്കാൻ നോക്കുന്നു. ഇത് മോശമാണെന്ന് പറഞ്ഞ് MP-മാരെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്കറിയാം നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ നിശ്ചലമാക്കും, നിങ്ങൾ ഈ സഭയിൽ പ്രശ്നമുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, സഭാരേഖകളിൽ നിന്ന് നീക്കും, ഈ സഭയെ പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രമാക്കുന്ന ഒന്നിനും ഞാൻ പാർട്ടിയായിരിക്കില്ല മിസ്റ്റർ ഗാർഗെ, ഭരണഘടനയുടെ പേരിൽ തോന്നിയാസം ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, അതാണിപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് സഭയുടെ ഡെക്കോറത്തിനും ഭരണഘടനയോടുമുള്ള അവഹേളനമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ നടന്നകലുകയാണ്, നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, അവർ സഭയിൽ പങ്കെടുക്കാനല്ല ആഗ്രഹിക്കുന്നത്, അവർക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അറിയുന്നത്, ഞാൻ അതിശയിച്ചു പോകുന്നു, രാജ്യത്തിനാണ് മുൻഗണന എന്നൊക്കെ പറഞ്ഞു വീണ്ടും അട്ടഹാസായി. പിന്നെയും ഭയങ്കര ബഹളമായി. മിനിറ്റുകളോളം സഭാധ്യക്ഷൻ യാതൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ വലിയ ബഹളം നടക്കുകയാണ് സഭയില്. പിന്നെയും ബഹളത്തിനിടയിൽ ഇയാള് വീണ്ടും പ്രസംഗിക്കുന്നു. അദ്ദേഹം പറയാണ്, ഈ പ്രസംഗമൊക്കെ ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാം കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ്, കാരണം ഇത് വലിയൊരു പ്രശ്നമായി വീണ്ടും നിലനിൽക്കും. അപ്പൊ നമുക്കറിയേണ്ടത് എന്താണ് കൃത്യമായിട്ട് സഭയിൽ നടന്നതെന്ന്. ഇന്ന് ഏതാണ് ദിവസം? ഓഗസ്റ്റ് 9. 1942 മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം നടത്തിയ ദിവസം. ഈ സഭ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനാൽ ഇവരിന്ന് പാർലമെന്റ് വിടുന്നു, അവർ അവരുടെ കർത്തവ്യം വിട്ടുപോകുന്നു, അവർ ഭരണഘടനയിലേക്കുള്ള വഴി വിടുന്നു, അവർ ചെയറിലേക്കോ ഭരണഘടനയിലേക്കോ തങ്ങളുടെ കർത്തവ്യത്തിലേക്കോ സഭയിലേക്കോ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മെ നയിക്കുന്ന ഭരണകക്ഷിയുടെ മേൽ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണം നമുക്കെങ്ങനെ സഹിക്കാൻ പറ്റും? വ്യത്യാസം നോക്കൂ. നമ്മൾ ഇന്ത്യയെ വികസിത ഭാരതമാക്കാൻ പ്രയത്നിക്കുമ്പോൾ, ലോകം നമ്മെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിയായി ഇന്ത്യ വളരുകയാണ്, രാജ്യം വളരുകയാണ്, ജനം ആ വളർച്ച കാണുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു, നമ്മൾ നമ്മുടെ വികസനത്തിന്റെ പാതയിലാണ്. അതാണ് ഈ മനുഷ്യർ തടസ്സപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ഒരു സ്പീക്കറുടെ ജോലിയാണ് ചെയർമാൻ എന്ന് ഓർക്കണം. അപ്പൊ സ്പീക്കർ എന്ന് വെച്ചാൽ എന്താ, ഭരണപക്ഷത്തിന്റെ ആള് മാത്രം. ഇയാൾ പറയാ പിന്നെ പ്രതിപക്ഷം പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, സ്പീക്കറും ചെയർമാനും ഒക്കെ ഭരണപക്ഷത്തിന്റെ എന്തോ തറവാട്ട് സ്വത്താണോ ഈ സഭയിൽ നടക്കുന്ന? അപ്പൊ പ്രതിപക്ഷത്തിന് അവർക്ക് നീതി അർഹതയൊന്നും ലഭിക്കണ്ടേ, അവർക്ക് അർഹമായ സമയം ലഭിക്കണ്ടേ? അപ്പൊ അവർക്ക് കൂടി പറ്റുന്ന ആളെയല്ലേ ഈ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്? അതോ ഇയാൾ BJP-കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാ? 2 പ്രാവശ്യം ഇയാൾ RSSന്റെ സഭയിൽ പുകഴ്ത്തിയത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം തുടർന്ന് സംസാരിക്കുകയാണ്, ഞാൻ ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഒരു സമാധാനപൂർണമായ രാജ്യമാണ്, ഇന്ത്യ ഒരു സുസ്ഥിര രാജ്യമാണ്, ഇന്ത്യയുടേത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യമാണ്. 3ാം തവണയും ഇന്ത്യക്ക് ഒരു നേതൃത്വമുണ്ട്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രം എഴുതപ്പെടുകയാണ്. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന, അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വമുണ്ട് ഇന്ത്യക്ക്. രാജ്യം അതിൽ അഭിമാനിക്കുന്നു. എന്നാൽ ചിലർ അയൽ രാജ്യത്ത് സംഭവിച്ചതൊക്കെ മനഃപ്പാടമാക്കി ഇവിടെ അപലപനീയമായ കത്തിപ്പടരുന്ന നറേറ്റീവുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്.
നിശബ്ദതയോടെ അവർ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം അത് രാജ്യത്തിനെതിരാണ്. അതിൽ ഒരു കൂട്ടം രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു. ആ സംഘം പടച്ചുവിടുന്ന നെറേറ്റീവുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ താറടിക്കുന്നു, നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ വില കുറച്ച് കാണുന്നു, നമ്മുടെ പുരോഗതിയെ ക്ഷയിപ്പിക്കുന്നു. ഈ രാജ്യത്ത് ശരിയായി ചിന്തിക്കുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ വളരാനേ പാടില്ല. ഇത്തരം നരേറ്റീവുകൾ മുളയിലെ നുള്ളണമെന്നാണ് ഇയാൾ പറയുന്നത്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഏത് പ്രത്യയശാസ്ത്രത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? അത് കഴിഞ്ഞു പിന്നീട് ജയാ ബച്ചൻ ഇതിനെക്കുറിച്ച് പലതരത്തിലും പ്രതികരിച്ചു, പുറത്തിറങ്ങി പ്രതികരിച്ചു, അകത്ത് തന്നെ സംസാരിച്ചു, മാധ്യമങ്ങളോട് മുഴുവൻ സംസാരിച്ചപ്പോൾ वो हमारे अन्नदाता तो है नहीं. I objected to the tone used by the chair. We are not school children. We are all, and some of us are senior citizens. I was upset with the tone, and especially when LOP stood up to speak, he had switched off the mic. ജയാ ബച്ചൻ പറയുന്നതിന്റെ ഒരു ആകത്തുക ഇതാണ്: അദ്ദേഹം ചെയറിൽ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് എന്തു പറയുന്നുവോ അതൊക്കെ അനുവദനീയമാണ്. അദ്ദേഹം ചെയറിൽ നിന്നിറങ്ങുമ്പോൾ സാധാരണ MP പോലെ തന്നെയുള്ള ഒരാളാണ്. സ്പീക്കർ ആവുമ്പോൾ മാത്രമാണല്ലോ പവർ ഉള്ളത്. അദ്ദേഹം നമ്മുടെ അന്നദാതാവ് ഒന്നും അല്ലല്ലോ. അദ്ദേഹം ഉപയോഗിക്കുന്ന ടോൺ, ആ സ്വരത്തെയാണ് ഞാൻ എതിർത്തത്. നമ്മൾ ആരും സ്കൂൾ കുട്ടികളല്ല, ഞങ്ങളിൽ പലരും മുതിർന്ന പൗരന്മാരും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും സംസാര രീതിയിലുമൊക്കെ എനിക്ക് വലിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ സമ്പ്രദായങ്ങൾക്ക് എതിരായിട്ടാണ്. ആരാണ് ഞങ്ങൾ പ്രതിപക്ഷത്തെ സംരക്ഷിക്കേണ്ടത്? അത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തെ കേൾക്കാൻ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അതുമാത്രമല്ല, എല്ലായ്പ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ അൺപാർലമെന്ററി ആണ്. അതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ന്യൂയിസൻസ് ആണ്, ബുദ്ധിയില്ലാത്തവരാണ്, വിഡ്ഢിയാണ്. ഇത്തരം വാക്കുകൾ ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നവർ നിരന്തരം ഞങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. നിങ്ങൾ ചിലപ്പോൾ സെലിബ്രിറ്റിയൊക്കെ ആകും, പക്ഷെ ഞാൻ വക വെക്കുന്നില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം വക വെക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടോ? ഒരു സാധാരണ MP ആണ് ഞാൻ. എന്താണ് പറയുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ സംസാരിക്കുന്നത് പോലെ ആരും ഇന്നേ വരെ ഈ പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല. എന്താണ് ഇവരുടെ പ്രശ്നം? എന്തിനാണ് ഇവർ സ്ത്രീകളോട് ഇത്ര ബഹുമാനമില്ലാതെ പെരുമാറുന്നത്? അദ്ദേഹം എന്നോട് മാപ്പ് പറയണം. വക വെക്കുന്നില്ലെന്ന് പറഞ്ഞതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞേ തീരൂ, വക വെച്ചേ പറ്റൂ. ചെയറിൽ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം വക വെക്കണമെന്ന് പറഞ്ഞ് ജയാ ബച്ചൻ വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, പ്രതിപക്ഷം ഇനി ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. പിന്നീട് പ്രതിപക്ഷം എടുത്ത തീരുമാനമാണ് ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം. ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് അവർ നീങ്ങുന്നു. അപ്പം തന്നെ സഭ പിരിച്ചുവിടുന്നു. എല്ലാം കഴിഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നല്ലോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പെട്ടിയെടുത്ത് കിടക്കിയെടുത്ത് വീട്ടിൽ പോയി. ഇനിയിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് നമുക്കറിയണം. പക്ഷെ ഇത്രയും മോശമായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും മുതിർന്ന പാർലമെന്റ് അംഗമായ ജയാ ബച്ചനെയും മറ്റ് നിരവധി അംഗങ്ങളെ, അവരുടെ ആരുടെയും പേരെടുത്ത് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇവരെ രണ്ടുപേരെ ഇത്രയും മോശമായിട്ട് പെരുമാറിയ, അപമാനിച്ച, നികൃഷ്ടമായി പെരുമാറിയ ഒരു ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യക്കുള്ളത് എന്നതിൽ ഇന്ത്യക്കാരായ നമുക്കൊക്കെ അപമാനം തോന്നേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യത്തിന്റെ കോവില്, ശ്രീകോവിൽ എന്നല്ലേ നമ്മൾ ഈ പാർലമെന്റിനെ പറയുന്നത്? ഭരണഘടന നരേന്ദ്രമോദി എടുത്ത് തൊട്ട് തലയിൽ വെച്ചൊരു ഇടമല്ലേ? എന്നിട്ട് എന്ത് നീതിയാണ് ഇവിടെ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നത്? ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു തല്ലുംപിടിയുണ്ട്. അത് മിനിഞ്ഞാന്ന് നടന്നതാണ്. അമിത്ഷായും, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ലോട്ടറി അടിച്ച് നാട് വിട്ടുപോയ ആള്, അതും പിന്നെ നായകനുണ്ടല്ലോ അഖിലേഷ് യാദവ്, കൂട്ടുകാരൻ, ഇവർ മൂന്നുപേരും കൂടെ നടത്തിയ പരിപാടിയാണ്. അഖിലേഷ് യാദവ്, സ്പീക്കർ അമിത്ഷാ. അപ്പൊ അമിത്ഷായുടെ പൊട്ടിത്തെറി നിങ്ങൾ കേട്ടു നോക്കൂ. अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है, पूरे सदन के हैं. इस तरह की गोलमोल बात आप नहीं कर सकते हो. आप नहीं हो अध्यक्ष के अधिकार के संरक्षक. അലറി വിളിക്കുകയാണ്. അധ്യക്ഷന്റെ അധികാരം അത് പ്രതിപക്ഷത്തിന്റേത് മാത്രമല്ല അഖിലേഷ് ജി, മുഴുവനും സഭയുടേതാണ്. ഇത്തരത്തിൽ തലതിരിഞ്ഞ സംസാരം ഇവിടെ പറ്റില്ല. താങ്കളല്ല അധ്യക്ഷന്റെ അധികാരങ്ങളുടെ സംരക്ഷകൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേഷ്യം കൊണ്ട് പിടഞ്ഞെണീറ്റ് നിന്ന് അഖിലേഷ് യാദവിനോട് കയർത്ത് സംസാരിക്കുകയാണ്. സ്പീക്കർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്ന ഓർക്കണം. രണ്ട് സഭയിലെയും വിഷയം സ്പീക്കർമാരാണ്. അപ്പൊ എത്രമാത്രം BJPയുടെ അടിമകളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയേ.
ഇതോടുകൂടി സഭയിൽ ഭയങ്കര ബഹളം നടക്കുകയാണ്. സ്പീക്കർ മിണ്ടാതിരിക്കാൻ പറയുന്നു, ആരും കേൾക്കുന്നില്ല, കൂട്ടത്തല്ല് നടക്കുകയാണ് സഭയില്. അപ്പൊ എന്തിനാണ് അമിത്ഷാ ഇത്രയും പൊട്ടിത്തെറിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അഖിലേഷ് യാദവ് സ്പീക്കറോട് പറഞ്ഞു. സ്പീക്കറുടെ ഈ ഇവരോടുള്ള വിധേയത്വം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അഖിലേഷ് യാദവ് സ്പീക്കറോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാർ, ഇന്ന് നിങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളോട് ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ പരമോന്നത ന്യായാധിപനാണ് എന്നാണ്. ഈ ലോബിയിൽ ഞാൻ കേട്ടത് താങ്കളുടെ അവകാശങ്ങളും തട്ടിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. താങ്കൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് പോരാടേണ്ടി വരും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു എന്ന് വഖഫ് ബില്ലിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞതിനാണ് അമിത്ഷാ ചാടി എണീറ്റ് പൊട്ടിത്തെറിക്കുകയും അലറി വിളിക്കുകയും ചെയ്യുന്നത്. ഇവരുടെ ഫ്രസ്ട്രേഷൻ എത്രമാത്രം ഭീകരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2 സ്പീക്കർമാരും ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. എന്നിട്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ അതിഭീകരമായി പീഡിപ്പിക്കുന്നു, തെറി വിളിക്കുന്നു, വായി തോന്നിയ പറയുന്നു. ആരും ചോദിക്കാനും പറയാനുമില്ല ശരിക്കും പ്രതിപക്ഷത്തിന്. അമിത്ഷായ്ക്ക് അഖിലേഷ് യാദവ് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ബില്ല് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ തോറ്റു വന്നിരിക്കുകയാണ്, അവരാഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും മൈക്ക് ഓഫ് ചെയ്യാണ് സ്പീക്കർ വന്നിട്ട്. അഖിലേഷ് യാദവിനെ ഇത്രയും ചീത്ത വിളിച്ചു പറഞ്ഞ അമിത്ഷായ്ക്ക് ഒരു മറുപടി പറയാൻ പോലും സ്പീക്കർ അനുവദിക്കുന്നില്ല. ഇതൊന്നും സഭാരേഖകളിൽ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീക്കർ ഭരണപക്ഷത്തിന്റെ കൂടെ ചേരുകയാണ് ചെയ്യുന്നത്. എന്ത് അനീതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അഖിലേഷ് യാദവ് ഈ പ്രസംഗത്തിൽ സംസാരിച്ചു തുടങ്ങിയ കുറച്ചു കാലമുണ്ട്. ഇത് വഖഫ് ബില്ലിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് ഇതാണ്. ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബില്ല് വളരെ ആലോചിച്ചെടുത്ത ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ മികച്ച തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവിടെ തീർച്ചയായും പ്രതികരണം ഉണ്ടാകുമെന്നിരിക്കെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവിടെയുള്ള മറ്റു മതസ്ഥാപനങ്ങളിൽ ആരും തന്നെ വേറെ മതത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ. ആലോചിച്ചു നോക്കൂ, വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന്റെ ന്യായീകരണം എന്താണ്? അഥവാ ചരിത്രത്തിന്റെ ഏടുകളൊന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ. ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് അധികാരം കൈമാറിയാൽ എന്താണ് ഉണ്ടാവുക മതസ്ഥാപനങ്ങളുടെ എന്ന് ചരിത്രത്തിന്റെ പേജ് തുറക്കാൻ എന്തായാലും ഞാനില്ല. ഏതോ ഒരു ജില്ലാ അധികാരിക്ക് അധികാരം ലഭിച്ചപ്പോൾ അയാൾ ചെയ്തു കൂട്ടിയ ഫലം ഇന്നും വരാനിരിക്കുന്ന സകല തലമുറകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല. BJP അവരുടെ മോഹഭംഗവും നിരാശയും ഒക്കെ ബാധിച്ച കുറെ ആളുകളെ പ്രീണിപ്പിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ള ഭയങ്കര സ്ട്രോങ് പ്രസംഗം നടത്തിയതിന്റെ പ്രകോപനാണ് അമിത്ഷാ അവിടെ കാണിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യസഭയിൽ നടന്നാണ് ജഗ്ദീപ് ധൻഖറും ഉപരാഷ്ട്രപതിയുടെ വിഷയം, ലോക്സഭയിൽ നടന്നാണ് ഇപ്പൊ ഈ സംഭവം. ഇതാണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതാണ് പ്രതിപക്ഷത്തിന് അവിടെ കിട്ടുന്ന നീതി എന്ന് പറയുന്നത്. അവസാനം ഈ തല്ല് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ നാണം കെടുമല്ലോ. അഖിലേഷ് യാദവ് മറുപടി പറഞ്ഞു. അത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ പറയാ, നിങ്ങളൊക്കെ മുതിർന്ന പെട്ടെന്ന് പുള്ളി അങ്ങ് പുണ്യാണനായി മാറി. അയ്യോ, നിങ്ങളൊക്കെ മുതിർന്ന അംഗങ്ങളാണ്, ചിലര് പുതിയവരുണ്ടാവും. സഭ നടക്കുമ്പോൾ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം, ആരും വായിൽ തോന്നിയത് പറയരുത്. അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മുതിർന്ന അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെയറിനെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തരുത് എന്നാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ വളരെ തിരക്കിട്ട് ജോലിക്ക് പോയി അവനവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന എത്ര പേര് ഈ പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇതൊക്കെ അറിയണമെന്ന് എനിക്കുണ്ട്. എന്റെ വീഡിയോ ഭയങ്കര സാധാരണക്കാർ കാണണമെന്ന് എന്റെ ആഗ്രഹം. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നന്നായി അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന വലിയ ബുദ്ധിജീവികൾക്ക് വേണ്ടിയൊന്നും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. വളരെ സാധാരണക്കാരായ ഏറ്റവും താഴെയുള്ള ഭാഷയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒരു തരത്തിലുമല്ല. ഭാഷ അറിയാത്തൊരാൾക്കും നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന എന്താണെന്ന് അറിയണം. കാരണം ഇംപീച്ച്മെന്റിലേക്കും വലിയ സീരിയസ് ആയ വിഷയങ്ങളിലേക്കൊക്കെ പോയ സംഭവങ്ങളാണിത്. അപ്പൊ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അറിയണം എന്താണ് അന്നത്തെ ദിവസം പാർലമെന്റിൽ നടന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അതിനുവേണ്ടി ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുകയാണ് പ്രതിപക്ഷമെങ്കിൽ എല്ലാ സാധാരണക്കാരനും മനസ്സിലാവണം അതിന്റെ കാരണങ്ങൾ കൃത്യമായിട്ട്. ഇയാൾ ജയാ ബച്ചനെ എന്ത് പറഞ്ഞു, ജയാ ബച്ചൻ തിരിച്ചെന്ത് പറഞ്ഞു, എന്തൊക്കെയാണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്നത് എന്നുള്ളത്. താങ്ക് യു. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് 4 മണിക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളെ, സുപ്രീം കോടതിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്. ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ.